കേരളത്തിലെ ഏറ്റവും വലുതും വള്ളം കളി പോലും സംഘടിപ്പിച്ചിരുന്നതുമായ ഒരു ക്ഷേത്രക്കുളമുണ്ട്. വരാഹതീർത്ഥം എന്നറിയപ്പെടുന്ന അനന്തപുരിയിലെ ശ്രീവരാഹം ക്ഷേത്രക്കുളത്തിന്റെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം. നാം ഇപ്പോൾ നിൽക്കുന്നത് ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്ര തീർത്ഥത്തിൻ്റെ സമീപത്താണ്. ഈ തീർത്ഥത്തിൻ്റെ പേര് വരാഹതീർത്ഥം എന്നാണ്. ആധ്യാത്മികമായി വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഇതിൻ്റെ 4 ഭാഗങ്ങളിലും വിവിധ ക്ഷേത്രങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമാണ്. ഇതിൻ്റെ നേരെ മറുവശത്ത് ശ്രീ കുന്നാണ്ടൻ ഗണപതി ക്ഷേത്രമുണ്ട്. മറ്റൊരു വശത്ത് അരശിൻമൂട് നാഗരാജ ക്ഷേത്രമുണ്ട്. സ്യാനന്തൂര പുരാണത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥത്തിനൊപ്പം സവിശേഷമായ സ്ഥാനമാണ് വരാഹതീർത്ഥത്തിന് നൽകിയിട്ടുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 ആണ്ട് കൂടുമ്പോൾ നടത്തുന്ന അതിപ്രധാനമായ മുറജപം നടക്കുമ്പോൾ തിരുനാവായ യോഗക്കാർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത് ശ്രീവരാഹം കുളമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കുളം എന്ന് പറയുന്നത് ശ്രീവരാഹം ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള കുളമാണ്. അതിൻ്റെ പഴയ പേര് വരാഹതീർത്ഥം എന്നായിരുന്നു. ആ വരാഹതീർത്ഥം നഗരത്തിന് വ്യക്തിത്വം നൽകിയിരുന്ന പ്രധാന കുളങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒരു കാലത്ത് കുഞ്ചൻ നമ്പ്യാരും അതുപോലെ ഉണ്ണായി വാര്യരും പരസ്പരം ആ കുളത്തിൻ്റെ കരയിൽ വെച്ച് സന്ധിച്ചിരുന്നുവെന്നും പരസ്പരം അഭിവാദ്യം ചെയ്തിരുന്നുവെന്നും പരസ്പരം പരിഹസിച്ചിരുന്നുവെന്നും പഴയ കാലത്തെ തിരുവനന്തപുരത്തുകാരെ വിശ്വസിച്ചിരുന്നു. വളരെയധികം പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രകുളമാണ് ശ്രീവരാഹം. വരാഹമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശ്രീവരാഹം ക്ഷേത്രകുളം. ഉത്സവങ്ങൾ, പഴയ കാലഘട്ടങ്ങളിൽ പഴയ വള്ളംകളി ഇപ്പോഴും നമ്മൾ ആറന്മുളയൊക്കെ തുടരുന്ന തരത്തിലുള്ള കൊച്ചു വള്ളംകളി നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഓണാഘോഷത്തിന് ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ ഓണാഘോഷം ശ്രീവരാഹം ക്ഷേത്രകുളത്തിൽ കേന്ദ്രീകരിച്ചിട്ട് വള്ളംകളി നടത്തിയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് വള്ളംകളി നടത്തുന്നില്ല. ശ്രീവരാഹ തീർത്ഥക്കരയിലുള്ള മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് കുന്നാണ്ടൻ ഗണപതി ക്ഷേത്രം. വരാഹമൂർത്തിയും കുന്നാണ്ടൻ വിനായകനും കുളത്തിനഭിമുഖമായി ദർശനം നൽകുന്ന കാഴ്ച വിശേഷമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പല കാലങ്ങളിൽ പല രാജാക്കന്മാർ മഠങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഈ മഠങ്ങൾക്കൊക്കെ തന്നെ ഓരോ ദൗത്യമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മഠമാണ് കുന്നാണ്ടാൻ മഠം. കുന്നാണ്ടാൻ മഠം എന്ന് പറയാൻ കാരണം അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗണപതി ഹോമം നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള മഠമാണ്. ഈ കുന്നാണ്ടാൻ മഠം ശ്രീവരാഹം ക്ഷേത്രത്തിൻ്റെ വലത്തുവശത്തായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രകുളത്തിൻ്റെ വടക്കുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അനന്തപുരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീവരാഹം ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രം പടിഞ്ഞാറോട്ടാണ് ദർശനം. മധ്യമ പാണ്ഡവനായ അർജുനൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രക്കുളവും എന്നാണ് വിശ്വാസം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള വരാഹമൂർത്തി ക്ഷേത്രം 1749 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പുതുക്കിപ്പണിതതായി ചരിത്രം പറയുന്നു. കേരളത്തിലെ 3 വരാഹ ക്ഷേത്രങ്ങളിൽ ഭൂമിദേവിയെ ഹിരണ്യാക്ഷനിൽ നിന്ന് രക്ഷിച്ച വരാഹമൂർത്തി പ്രതിഷ്ഠയാണ് ഉള്ളത്. എന്നാൽ ശ്രീവരാഹത്ത് ലക്ഷ്മി സമേതനായ വരാഹമൂർത്തിയാണ് ദർശനമരുളുന്നത്. 18ാം നൂറ്റാണ്ടിൽ പന്നിയൂർ ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ ആ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ വേളയിൽ അവർക്കൊരു വരാഹമൂർത്തിയുടെ വിഗ്രഹം വേണം. അതിനുവേണ്ടി അവർ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കണ്ടിട്ട് തങ്ങളുടെ ലക്ഷ്യം അറിയിച്ചിട്ട് അവർ ഈ വരാഹ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അളവുകൾ മറ്റും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്.
ഞാനിത് പറയാൻ കാരണം 18-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ തിരുവനന്തപുരത്തെ ശ്രീവരാഹ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി മലബാറിലുണ്ടായിരുന്നു, മലബാറിലെത്തിയിരുന്നു, അല്ലെങ്കിൽ മലബാറുകാർക്ക് സുപരിചിതമായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ്. നഗരത്തെ ഒരു ദേവതയായിട്ടാണ് ശ്യാനന്തപുരപുര വർണ്ണനത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ദേവതയായിട്ട്, ആ ദേവതയായിട്ട് നഗരത്തെ വർണ്ണിക്കുവാൻ പ്രേരിപ്പിച്ചത് അനേകം നന്ദാവനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുളങ്ങൾ, തീർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം പുണ്യതീർത്ഥങ്ങളിൽ പലതും നിർഭാഗ്യവശാൽ ഇപ്പം മൂടിക്കഴിഞ്ഞിരിക്കുന്നു. നഗരമധ്യത്തിലെ ശ്രീവരാഹം കുളം ഒരു ഗ്രാമീണ ദൃശ്യ അനുഭവമാണ് കണ്ണിന് നൽകുന്നത്. സമീപവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ കുളത്തിൻ്റെ സാന്നിധ്യം. കുളത്തിന് മധ്യത്തിലെ മണ്ഡപത്തിൽ സാക്ഷാൽ വരാഹമൂർത്തി എത്തുമെന്നാണ് വിശ്വാസം.